ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ എപ്പിസോഡാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ഞാൻ എത്ര ശക്തിയായിട്ട് പറയാം. ഞാൻ വേറെ ഭാഗങ്ങൾ 1-2 ഭാഗങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ പ്രസംഗിക്കണമെന്നൊക്കെ ചിന്തിച്ചും ധ്യാനിച്ചൊക്കെ ഇരുന്നപ്പോൾ ഈ വേദഭാഗം തന്നെ പറയണമെന്നൊരു പ്രേരണ കിട്ടി. 2025 ഈ അവസാന ദിനങ്ങളിൽ, ഒരുപക്ഷെ 2026 പ്രാരംഭ ദിവസങ്ങളിലായിരിക്കും നിങ്ങൾക്ക് മെസ്സേജ് കിട്ടുന്നത്. ആയിക്കോട്ടെ, ഈ പുതുവർഷത്തിലെങ്കിലും നിങ്ങൾ ആരാണ്? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാഭിഷേകം പ്രാപിച്ച് വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുന്ന ഒരു ദൈവ പൈതൽ ആരാണ്? ക്രിസ്തുവിൻ്റെ കൂട്ടവകാശം ലഭിക്കേണ്ടവരാണ്. ഇപ്പം കിട്ടത്തില്ല, അത് വിദൂര ഭാവിയിൽ നമുക്ക് ലഭിക്കും. ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഒരു അവയവമാണെന്നുള്ള ഓർമ്മ വേണം. അവൻ്റെ വാഗ്ദത്തത്തിൽ പങ്കാളികളാണെന്നുള്ളൊരു ഓർമ്മ വേണം. അത് മറന്ന് നമ്മൾ പ്രവർത്തിക്കരുത്. തലമറന്ന് എണ്ണ തയ്ക്കരുതെന്ന് ചില പഴമക്കാർ പറയുന്ന പോലെ അത് മറന്ന് നമ്മൾ പ്രവർത്തിക്കരുത്. നമുക്ക് ഉള്ള ഒരു വലിയ പദവിയാണ് ഇവിടെ പൗലോസ് പറയുന്നത്. അത് മിസ്റ്ററി ആയിട്ട് മർമ്മമായിട്ടാണ് അറിയിച്ചിരിക്കുന്നത്. എഫേസ്യ ലേഖനം മർമ്മങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു ലേഖനം കൂടിയാണെന്ന് ആ ലേഖനത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയും. ഹല്ലേലൂയ. 1-ാമത്തെ മർമ്മത്തെക്കുറിച്ച് 1-ാം അധ്യായം അതിൻ്റെ 9-10 വാക്യങ്ങൾ, അവനിൽ താൻ നിർണയിച്ച തൻ്റെ പ്രസാദത്തിന് തക്കവണ്ണം തൻ്റെ ഹിതത്തിൻ്റെ മർമ്മം അവൻ നമ്മോട് അറിയിച്ചു. അവൻ ദൈവഹിതത്തിൻ്റെ മർമ്മം നമ്മോട് അറിയിച്ചു. അത് എഫേസ്യയിലെ വിശ്വാസികളോട് അറിയിച്ചെന്ന് പറഞ്ഞിരിക്കുക പെന്തക്കോസ്തുകാർ. സഹോദര, ഇത് നമ്മളോടും കൂടിയുള്ള വചനങ്ങളാണിത്. അവിടെയും ഇവിടെയും എവിടെയും ഉള്ളവർക്കാണ് ലേഖനങ്ങൾ. 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ അവസാനം ആദ്യത്തെ 1-2 വാക്യമുള്ളത് കാണാൻ കഴിയും. അവിടെയും ഇവിടെയും എവിടെയും യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട എല്ലാവർക്കും എഴുതുന്നതാണ്. അവനിൽ താൻ നിർണയിച്ച തൻ്റെ പ്രസാദത്തിന് തക്കവണ്ണം തൻ്റെ ഹിതത്തിൻ്റെ മർമ്മം, ദൈവഹിതത്തിൻ്റെ മർമ്മം അവൻ നമ്മോട് അറിയിച്ചു. അതെന്താണ്? സ്വർഗത്തിലും ഭൂമിയിലുമുള്ളതെല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്കുക എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായിട്ട് തന്നെ. ആദാമ്യ പാപനിമിത്തം സ്വർഗവും ഭൂമിയും തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. ആ വിച്ഛേദിക്കപ്പെട്ടു പോയ ബന്ധം യേശുക്രിസ്തുവിലൂടെ പിന്നെയും പുതുതാക്കുന്നു എന്നുള്ളതാണ് സുവിശേഷത്തിൻ്റെ അന്ത്യസത്ത. ഇന്നുവരെ അത് വേണ്ട രീതിയിൽ മനസ്സിലാക്കാത്ത ദൈവമക്കൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ എന്തൊരു അത്ഭുതമാണ്. എന്താ സുവിശേഷം? വീണുപോയ മനുഷ്യനെ പിതാവിനോട് കൂട്ടിച്ചേർക്കുക. അതിന് എഫേസ്യ ഭാഷ ഉപയോഗിക്കുന്നത് തെരഞ്ഞെടുത്തു, ദത്തെടുത്തു, വീണ്ടെടുത്തു, നഷ്ടപ്പെട്ട അവസ്ഥയിൽ നിന്ന് തെരഞ്ഞെടുത്ത് പിതാവിനോട് ബന്ധം പുലർത്തി ദൈവരാജ്യത്തിൻ്റെ അംശികളായി യേശുക്രിസ്തു മുഖാന്തരം തീർക്കപ്പെടുന്നു, മാറ്റപ്പെടുന്നു. അതാണ് സുവിശേഷം. ആ സുവിശേഷമാണ് ഇന്ന് നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആ സുവിശേഷത്തിൻ്റെ മർമ്മം, അതിൻ്റെ മഹത്വം മനസ്സിലാക്കാതെയാണ് ഇന്ന് സുവിശേഷ പ്രാസംഗികന്മാർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതെന്നുള്ള ഏറിയ ദുഃഖം എൻ്റെ ഹൃദയത്തിൽ തളം കെട്ടി കിടക്കുക. സുവിശേഷം എന്താണെന്ന് മനസ്സിലാക്കണം. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാണ് എൻ്റെ സുവിശേഷം. എന്നാൽ യേശുക്രിസ്തു സുവിശേഷം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ ആ സുവിശേഷത്തിൻ്റെ അന്തസ്സത്തെ എന്താ? ലൂക്കോസിന് സുവിശേഷം നടത്താട്ടെ. ലൂക്കോസിന് സുവിശേഷം അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 10-11 വാക്യങ്ങൾ. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള സന്തോഷം. ദൈവമേ, എത്ര മനോഹരമായൊരു സ്റ്റേറ്റ്മെന്റ് ആണത്. സർവ്വജനത്തിനും ഉണ്ടാകാനുള്ളൊരു സന്തോഷം. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷത്തിൽ ഒരു വാക്യം കൂടി ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ദാവീദിന്റെ മകനായ യോസേഫേ, നിന്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട.
അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു. അവൾ ഒരു മകനെ പ്രസവിക്കും. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവനെ യേശു എന്ന് പേരിടണം. സുവിശേഷത്തിന്റെ അന്തസത്ത എന്താ? യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്താ? കാറാണോ? വീടാണോ? വിസയാണോ? അമേരിക്കൻ പൗരത്വമാണോ? ജർമ്മൻ പൗരത്വമാണോ? കാനഡ പൗരത്വമാണോ? ഇടയ്ക്ക് ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു ഇത് കണ്ടു, അമേരിക്കയിലെ അമേരിക്കൻ പൗരത്വം റദ്ദാക്കാൻ പോകുന്നു. അത് വെളിവുകെട്ട ആ ട്രംപിന്റെ ഒരു പ്രസ്താവനയായിട്ടാണ് ഞാൻ കണ്ടത്. അതേ ഒരു നല്ല ലീഡറൊക്കെ ആണെങ്കിലും ഒരു സ്ഥിരമാനസനല്ല, ഇളകിക്കൊണ്ടിരിക്കുക. ലാഭത്തിന് വേണ്ടി എന്ത് കച്ചവടവും പുള്ളി ചെയ്യും. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല. പൊളിറ്റിക്സിലേക്ക് ഇറങ്ങിയ പിന്നെ അങ്ങനെ അങ്ങ് പോകും. ഇവിടുത്തെ വിഷയം യേശുക്രിസ്തുവിലൂടെ നമുക്ക് എന്ത് കിട്ടുന്നു? സർവ്വലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവപുത്രനായ യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം സ്വർഗരാജ്യമാണ്, ദൈവരാജ്യമാണ്. അതാണ് പൗലൂസിന്റെ അവസാന പ്രസംഗം പ്രവൃത്തി 28 ദൈവരാജ്യം, സ്വർഗരാജ്യം, ക്രിസ്തുവിന്റെ ഉപദേശം. ആ വലിയ മനുഷ്യൻ അതാണ് പറഞ്ഞ് 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 പ്രസംഗിച്ച് മരിച്ചത്. ഇന്ന് പലർക്കും അതങ്ങോട്ട് ദഹിക്കുന്നില്ല. ദൈവരാജ്യത്തെക്കാളും സ്വർഗരാജ്യത്തെക്കാളും ഈ രാജ്യത്തിന്റെ ചില മഹത്വവും ഈ രാജ്യത്തിന്റെ ചില പ്രതാപങ്ങളിലും അവരുടെ മനസ്സ് ഉടക്കിക്കിടക്കുകയാണ്. സാത്താൻ യേശുവോട് എന്താ പറഞ്ഞേ? നീ എന്നെ വീണ് നമസ്കരിച്ചാൽ ഇത് മുഴുവൻ നിനക്ക് തരാം. ഇതെല്ലാം എങ്കൽ പരമേൽപ്പിച്ചിരിക്കുന്നു. ദുഷ്ട പിശാചിന് ആദിമ പിതാക്കന്മാർ ഏൽപ്പിച്ചു കൊടുത്തതാണ് ഈ ലോകത്തിന്റെ മഹത്വം, ഈ ലോകത്തിന്റെ പ്രതാപങ്ങൾ. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. ഇത് ഈ ലോകത്തിൽ നിന്നുള്ളതാണ്, ദൈവത്തിൽ നിന്നുള്ളത് അല്ല, അല്ല, അല്ല. അങ്ങനെ ആക്കി തീർക്കാൻ ശ്രമിക്കുകയാണ് ഇന്നത്തെ ന്യൂ ജനറേഷൻ പാസ്റ്റർമാര്. എനിക്കറിയാം, റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നമുക്ക് തരുന്നു. സഭകളെ, വിശ്വാസികളെ ദൈവം ഭൗതികമായി അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് ഞാൻ കാണുന്നു. പിശാച് കൊടുത്ത ദർശനം അവന്, ആ പാസ്റ്ററിന്. എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ ക്രിസ്തുയേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നുള്ള പൗലൂസ് എഴുതിയ എഫേസ്യർ 1:3 അതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. അതാണ് നമ്മളുടെ യഥാർത്ഥ അനുഗ്രഹം. ലോകത്തിന്റെ ഭൗതിക നന്മകളല്ല പ്രിയമുള്ളവരെ, അത് നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നതാണെന്നേ. അതെന്താ അങ്ങനെ പഠിക്കാത്തെ? സാത്താൻ ശുദ്രം ചെയ്ത് മയക്കിയിട്ടിരിക്കുക. ഹല്ലേലൂയ. ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അവൻ ദരിദ്രനോ, അവൻ പണമുള്ളവനോ പണമില്ലാത്തവനോ, കറുത്തവനോ വെളുത്തവനോ, പണ്ഡിതനോ പാവനോ, കുചേലനോ കുബേരനോ, ഏത് നിലയിലായാലും ആ വ്യക്തി കർത്താവിനെ സ്വീകരിച്ച് കർത്താവിൻ്റെ ഒരു മകനായി മകളായി ജീവിച്ച് നിത്യത പ്രാപിക്കണമെന്നുള്ളതാണ് ദൈവഹിതം. അതാണ് ദൈവവചനവും പറയുന്നത്. അതിനെ പാസ്റ്റർമാർ പ്രസംഗിച്ച് ഈ ലോകത്തിന്റെ ഭൗതിക അനുഗ്രഹത്തിലേക്ക് വലിച്ചടിച്ചുകൊണ്ട് പോയി. ഞാൻ അതിനെതിരായിട്ടാണ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രദ്ധിക്കുക, നാം ക്രിസ്തുയേശുവിന്റെ കൂട്ടകവകാശം പ്രാപിച്ചെടുക്കേണ്ടവരാ. അവന്റെ ശരീരത്തിന്റെ ഒരു അവയവമായി തീർന്ന് വർത്തിക്കേണ്ടവരാ. ക്രിസ്തുവിന്റെ വാഗ്ദത്തത്തിന് പങ്കാളികളായി തീരേണ്ടവരാ. ഈ ലോകത്തിന്റെ ഭൗതിക അനുഗ്രഹങ്ങളുടെ പുറകെ പോയി നിത്യമായ നാശത്തിലേക്ക് പോയി പതിക്കേണ്ടവരല്ല നമ്മൾ. യാഥാർത്ഥ്യം മനസ്സിലാക്കാത്തടത്തോളം കാലം നമ്മുടെ ക്രിസ്ത്യ ജീവിതം അമ്പേ പരാജയമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം എനിക്ക് ഉറക്കം വരാതെ നടന്നുകൊണ്ട് പഴയ ഒരു മെസ്സേജ് എടുത്ത് ഞാൻ കേട്ടു നോക്കി. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. കാരണം ഞാനത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് പലർക്കും അങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ദഹിക്കണം പ്രിയമുള്ളവരെ. ഈ വചനം നിങ്ങൾ കേൾക്കണം, വിശ്വസിക്കണം, അംഗീകരിക്കണം. അതിനനുസരിച്ച് നിങ്ങളുടെ കാൽച്ചുവടുകൾ മുമ്പോട്ട് വെക്കണം. എന്നാലേ നമുക്ക് നിത്യത പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. ദൈവരാജ്യത്തെക്കുറിച്ചും സ്വർഗരാജ്യത്തെക്കുറിച്ചുമാണ് ഞാൻ പ്രസംഗിക്കുന്നത്. കൃപയുടെ സുവിശേഷമാണ് ഞാൻ പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ. ആളെക്കൂട്ടലല്ല എൻ്റെ പരിപാടി. ഈ ഇടയ്ക്കൊരു പാസ്റ്റർ പറയുന്നുണ്ടായി, ഒത്തിരി ആളുകൾ കൂടി വരുമ്പോൾ പാസ്റ്റർമാർ വിചാരിക്കും, അയ്യോ ഞങ്ങളുടെ ശുശ്രൂഷയുടെ
മഹത്വം കൊണ്ട് ആളങ്ങ് കൂടിയെന്ന്. എൻ്റെ പൊന്നു പാസ്റ്ററെ, അതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. ഞാൻ സാധാരണ പറയുന്ന പഴമൊഴി ഒന്നുകൂടി ആവർത്തിക്കുക. ഒരു വീട്ടില് ഒരു പാമ്പ് വന്ന് കയറി എന്ന് സങ്കല്പിക്കുക. ഈ പാമ്പിനെ കൊല്ലാനായിട്ട് പരിസരവാസികളെല്ലാം കൂടി പരിസരവാസികളെല്ലാവരും കൂടി വന്ന് വീടിൻ്റെ ഉള്ളു മുഴുവൻ അങ്ങ് നിറഞ്ഞു. അപ്പോൾ ഒരു അപ്പച്ചൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് പറയുക, എല്ലാവരും വെളിയിലോട്ട് ഇറങ്ങാൻ പറഞ്ഞു. എല്ലാവരും പുറത്തിറക്കി. കാരണം പാമ്പ് കയറിയിരിക്കുക, അതിനെ പിടിക്കാൻ വേണ്ടി എല്ലാവരും ഇറങ്ങിയിരിക്കുന്നു, പാമ്പിനെ കൊല്ലാൻ. എല്ലാവരും ഇറങ്ങാൻ പറഞ്ഞു. പാമ്പിനെ പേടിയില്ലാത്തവരും പാമ്പിനെ തല്ലിക്കൊന്നവരുമായിട്ടുള്ള ആരെങ്കിലും പരിചയമുള്ളവർ ആരെങ്കിലും മുമ്പോട്ട് വാ, അവരിൽ ഒരു 2 വടിയും കൊടുത്തിട്ട് ആ വീട്ടിൻ്റെ ഉള്ളിലോട്ട് അവരെ അങ്ങോട്ട് കയറ്റി. അവർ പോയി തപ്പിയെടുത്ത് പാമ്പിനെ തല്ലിക്കൊന്നു കൊണ്ട് വെളിയിലിറങ്ങി. ആള് കൂടിയ പാമ്പ് ചാകത്തില്ല സഹോദരങ്ങളെ. ആള് കൂടുന്നത് ആത്മീയതയല്ല, അത് അശുലഭ ലക്ഷണമായിട്ടാണ് വചനം പഠിപ്പിക്കുന്നത്. കർത്താവിൻ്റെ പുറകെ പോയി രോഗശാന്തിക്കും അപ്പം തിന്നാനും പിന്നെ ഭൂതശാന്തിക്കും ഭൗതിക അനുഗ്രഹങ്ങൾക്ക് വേണ്ടി കർത്താവിൻ്റെ പുറകെ വലിയൊരു സംഖ്യ ജനം പോയെന്നാണ് സുവിശേഷം പറയുന്നത്. എന്നാൽ ഉപദേശം ശക്തിയോടെ പറഞ്ഞപ്പോൾ എല്ലാവരും വിട്ടുപോയി. അത് തന്നെയാണ് ഇന്നും സംഭവിക്കുന്നത്. അല്ല, മറിച്ചല്ല സംഭവിക്കുന്നത് ഇന്നും. യാതൊരു സംശയമില്ല. അത് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. നിങ്ങൾ പ്രസംഗിപ്പോൾ ആള് കൂടുന്നെങ്കിൽ അവരുടെ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി വരുന്നവരാ. സ്വർഗത്ത് പോകാനല്ല അവർ വരുന്നത്. സ്വർഗത്ത് പോകാനുള്ള ഉപദേശം നിങ്ങൾ പഠിപ്പിക്കുന്നുമില്ല, നിങ്ങൾ പ്രസംഗിക്കുന്നുള്ളൂ. നിങ്ങൾ പ്രസംഗങ്ങളൊക്കെ ഒത്തിരി കേട്ടോണ്ടിരിക്കാൻ, ഭയങ്കര പ്രസംഗമാണ്. തട്ടുപൊളിപ്പൻ പ്രസംഗം എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അതിന് പേരിടാം. മരം ചാഞ്ഞു വരുന്ന പ്രസംഗമാണെന്നൊക്കെ വേണമെങ്കിൽ അതിന് പേരിടാം. ഒരു ഗുണവുമില്ല. അതുകൊണ്ട് പത്രോസ് കൊർന്നല്യോസിന്റെ വീട്ടിൽ വന്നപ്പോൾ, എന്താ കൊർന്നല്യോസ് പത്രോസിനോട് പറഞ്ഞ്? ഒരു സമ്മാനം തരാൻ പറഞ്ഞ. നീ വന്നതുപകാരം, നീ വന്നതുപകാരം, കർത്താവ് നിന്നോട് കൽപ്പിച്ചതൊക്കെയും കേൾപ്പാൻ ഞങ്ങളെല്ലാവരും ദൈവസന്നിധിയിൽ കൂടിയിരിക്കും. കർത്താവ് കൽപ്പിച്ചതാണ് നമുക്ക് ഗുണമുള്ളത്. ഇന്ന് പാസ്റ്റർമാർ പ്രസംഗിക്കുന്നത് കർത്താവ് കൽപ്പിച്ചതല്ല, അവരുടെ മനസ്സിൽ തോന്നുന്നതും അവരുടെ ഹൃദയത്തിൽ തോന്നുന്നതും വല്ലയിടത്തും വല്ലവരും ഒക്കെ പറഞ്ഞതാണ് എടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രാർത്ഥിച്ച് രോഗികളെ സൗഖ്യമാക്കുക, ഭൂതങ്ങളെ പുറത്താക്കുക, പിന്നെ അവരുടെ വിഷയങ്ങൾക്ക് മറുപടി കൊടുക്കുക, അവരുടെ വിഷയങ്ങൾക്ക് പരിഹാരം വരുത്തുക. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷത്തിൽ ഒരു വാക്യം വായിക്കാം. സന്ദർഭോചിതമായിട്ടാണ് ആ വാക്യങ്ങൾ കയറി വരത്തുള്ളൂ, എപ്പോഴും അത് വായിക്കാൻ പറ്റത്തില്ല. 7:22 വാക്യം പെട്ടെന്ന് വായിച്ചേ. മത്തായി 7:22. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ട് പോകുവിൻ എന്ന് തീർത്തും പറയും. അപ്പൊ ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തി ഭൂതശാന്തി എല്ലാം എന്തായിരുന്നു? അധർമ്മമായിരുന്നു. കർത്താവ് അത്ഭുതം പ്രവർത്തിക്കത്തില്ലേ? കർത്താവ് രോഗശാന്തി തരത്തില്ലേ? കർത്താവ് ഭൂതത്തിൽ നമ്മളെ വിടുവിക്കില്ലേ? കർത്താവ് പ്രാർത്ഥിച്ച നമ്മുടെ വിഷയങ്ങൾക്ക് മറുപടി തരത്തില്ലേ? അതെല്ലാം തരും. പ്രമാണം വിട്ടുകളഞ്ഞുള്ള അത്ഭുതങ്ങൾക്ക് കാശിന് വിലയില്ലെന്ന് പ്രബുദ്ധരായ പെന്തക്കോസ്ത് സമൂഹം ഇനിയെങ്കിലും മനസ്സിലാക്കണം. പെന്തക്കോസ്തുകാർ എന്ന് പറഞ്ഞു നടക്കുന്നതേ ഉള്ളൂ. പെന്തക്കോസ്തുകാർ കാരം നഷ്ടപ്പെട്ട ഉപ്പിന് തുല്യമായി മാറി. ഏകടെ പാസ്റ്റർ പ്രസംഗിച്ചപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. നല്ല ഒന്നാം തരം 2-3 കിലോ ഇറച്ചി മേടിച്ച് അങ്ങോട്ട് കറി വെച്ചു. എന്നിട്ട് നല്ലൊരു വലിയ സ്പൂണിൽ ഒരു സ്പൂൺ ഉപ്പ് അങ്ങോട്ട് ഇട്ടു. കലക്കി നോക്കിയിട്ട് കറിയിൽ മിക്സ് ചെയ്തൊക്കെ രുചിച്ച് നോക്കിയിട്ട് ഉപ്പില്ല. 1 സ്പൂൺ കൂടി ഇട്ടു, ഉപ്പില്ല. 2 സ്പൂൺ ഇട്ടു, 3 സ്പൂൺ ഇട്ടു, 4 സ്പൂൺ ഇട്ടു, 5 സ്പൂൺ ഇട്ടു, ഉപ്പില്ല. 1 കിലോ ഉപ്പ് കൊണ്ടത് കുടഞ്ഞിട്ടു, എന്നിട്ട് ഉപ്പില്ല. എന്താ കാര്യം? കാരമില്ലാത്ത ഉപ്പായിരുന്നത്.
ഇന്നത്തെ ക്രൈസ്തവ സമൂഹം കാരമില്ലാത്ത ഉപ്പ് പോലെ കിടക്കുക. ആത്മീയ അനുഭവങ്ങളില്ല. ജനം ഇരമ്പിക്കൂടുന്നുണ്ട്. ആയിരക്കണക്കിന് പേർ കൂടി വരുന്നുണ്ട്. രോഗശാന്തിക്ക് വേണ്ടിയും ഭൂതശാന്തിക്ക് വേണ്ടിയും പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ വിസ, പിന്നെ ജോലി, പിന്നെ പ്രമോഷൻ, പിന്നെ ഭൗതികമായി ലോകത്തിലുള്ള പല കാര്യങ്ങൾക്ക് വേണ്ടിയും വിശ്വാസികൾ കൂടി വരുന്നുണ്ട്. പാസ്റ്റർമാർ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്, അടയാളങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഒരെണ്ണം ദൈവരാജ്യത്തിന്റെ അംശിയാകാൻ കാണത്തില്ല. കാരണം കർത്താവ് എന്താ പറഞ്ഞേ? ഇവിടെ എന്താ പറഞ്ഞ കർത്താവ്? എൻ്റെ നാമത്തിൽ വീര്യപ്രവൃത്തികൾ ചെയ്തു, ഭൂരങ്ങളെ പുറത്താക്കി, പ്രവചിച്ചു എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. അയ്യോ, ദൈവവുമായിട്ടൊരു ബന്ധമില്ലായിരുന്നു അവർക്ക്. അറിയുന്നില്ലെന്നല്ല എഴുതിയിരിക്കുന്നത്, അറിഞ്ഞിട്ടില്ല. പിന്നെ ഈ അത്ഭുതം ആര് ചെയ്തു? ഈ അത്ഭുതം ആര് ചെയ്തു? അത് പറയാനായിട്ട് എനിക്ക് ഹേമമുണ്ട്. എടുക്കാൻ 2 തെസ്സലോനിയുടെ അധ്യായം, 2 തെസ്സലോനിയുടെ അധ്യായം എടുത്താട്ട്. കർത്താവ് കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ ഹൃദയത്തിൽ ഇത് ശക്തിയോടെ പകർന്നു തന്നു. അത് പറയാനുള്ളൊരു അവസരങ്ങൾ ഇപ്പോഴാണ് മുൻപിൽ വന്നിരിക്കുന്നത്. 7 തൊട്ട് വായിക്കാം. 2 തെസ്സലോനി 2:7 തൊട്ട്. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. 2 തെസ്സലോനി 2:7 മുതൽ. 2 തെസ്സലോനി 2:7 മുതൽ. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോക മാത്രം വേണം. അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. അവനെ കർത്താവായ യേശു തന്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കി തന്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ നശിപ്പിക്കും. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത ശ്രദ്ധിക്കണേ. 9, 10, 11, 12 വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു കേട്ടോണേ. ഇതിന്റെ പൊരുൾ അങ്ങോട്ട് ശരിക്കും മനസ്സിലാകാൻ പറ്റത്തില്ല. വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല, പൊരുൾ തിരിച്ചു തരാൻ പോവുക. വ്യാഖ്യാനിച്ച് കുളമാക്കിയിട്ടിരിക്കുക പാസ്റ്റർമാർ വേദോസ്തത്തെ. സ്തോത്രം. ഇതിന്റെ പൊരുൾ തിരിക്കാൻ പോവുക. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും അനീതിയുടെ സകല വഞ്ചനയോടും കൂടി ആയിരിക്കും. മനസ്സിലായോ? അത്ഭുതങ്ങൾ, അടയാളങ്ങൾ കർത്താവാണ് ശരിക്കും പ്രവർത്തിക്കുന്നത്. എന്നാൽ പിശാചും പ്രവർത്തിക്കുമെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചാൽ രോഗി സൗഖ്യമാകും, ഭൂതം പോകും, വിസ കിട്ടും, ശമ്പള വർധനവ് കിട്ടും, പ്രമോഷൻ കിട്ടും, ടിക്കറ്റ് വരും. ഇടയ്ക്കൊരു പാസ്റ്റർ പറഞ്ഞു കേട്ടു, കൊച്ചിനെ കുറിച്ച് ഞാനൊരു വെളിപ്പാട് കാണുന്നു. ഒരു ഉഴപ്പി നടക്കുന്ന പെൺകൊച്ച. എന്താ കാണുന്നത്? വെള്ള ഡ്രസ്സും ഒക്കെ ഇട്ട് ഒരു സിറിഞ്ചും പിടിച്ച് നിൽക്കുന്നതായിട്ട്, തലയിൽ തൊപ്പിയും വെച്ച്. അപ്പം നേഴ്സായിട്ട് പോകാൻ പോവാ കൊച്ച്. കടം പേടിച്ച് നേഴ്സിന് പഠിപ്പിച്ച് അവസാനം അതങ്ങാണ്ട് പോയി പഠിച്ച് അതിന് പഠിക്കാനും പറ്റുന്നില്ല. അവസാനം അത് കയറി തൂങ്ങാനായിട്ട് പോയപ്പോൾ പാസ്റ്റർമാരും വിശ്വാസികളും അവിടെ നിന്ന് പോയി കെട്ടിയെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുപോകും, നാട്ടിൽ കൊണ്ടുവന്നു. മുടക്കിയ കാശും പോയി, എല്ലാം പോയി. അപ്പം ഈ കള്ളപ്രവചനം കേട്ട് പെന്തക്കോസ്തുകാരെ നിങ്ങൾ ആരും വഞ്ചിതരാകരുത്. പ്രവചിക്കുന്നവനോ ആത്മീയവർദ്ധനവിനും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യരോട് സംസാരിക്കുന്നു. പ്രവൃത്തി പുസ്തകം 15:38 യൂദയും ശീലാസും പ്രവാചകന്മാരാകയാൽ പല വചനങ്ങളെ കൊണ്ട് പ്രബോധിപ്പിച്ചുറപ്പിച്ചു. പഴയ നിയമത്തിൽ ലിഖിതമായ വേദപുസ്തകം കയ്യിലില്ലാത്തത് കൊണ്ട് പ്രവാചകന്മാർക്ക് പ്രവചിക്കുവാൻ ദൈവം കൃപ കൊടുത്തു. അവർ അത് പ്രവചിച്ചു. പുതിയ നിയമത്തിൽ ലിഖിതമായ പ്രവചന പുസ്തകം കൂടിയായ വേദപുസ്തകം നിന്റെ കയ്യിൽ വെച്ചിട്ട് നീ പ്രവാചകന്റെ പുറകെ നടന്നാൽ നിന്റെ പേഴ്സും പിന്നെ നിന്റെ ഭൗതികം മുഴുവൻ അവർ കവർന്നെടുക്കും. എത്ര കഥകൾ എനിക്ക് പറയാനുണ്ട്. ഞാൻ ഇതിലേക്കൊന്നും പോകുന്നില്ല. കള്ളപ്രവാചകന്മാരും ഇന്നത്തെ പെന്തക്കോസ്ത് കോളത്തെ കീഴ്പ്പെടുത്തിയിരിക്കുക, മേഞ്ഞുകൊണ്ടിരിക്കുക. എൻ്റെ ഈ വചനം കേൾക്കുന്ന ആരും നിങ്ങൾ പ്രവാചകന്റെ മുൻപാകെ നിങ്ങൾ ഇരിക്കരുത്. ഈ സത്യവചനം, പത്യവചനം ഇതൊരു പ്രവചന ഗ്രന്ഥമാണ്. നിങ്ങളിത് പ്രാർത്ഥിച്ച് നേരെ ചൊവ്വേ ജീവിച്ച് നിങ്ങൾ വേദപുസ്തകം തുറന്ന് വായിച്ചാൽ ആ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ നിങ്ങളോട് സംസാരിക്കും. എത്ര അനുഭവങ്ങൾ എനിക്കുണ്ട് പ്രിയമുള്ളവരെ.
ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കുക. 9, 10, 11, 12 വാക്യങ്ങൾ, 2 തെസ്സലോനി 2-ന്റെ 9, 10, 11, 12 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക്. അപ്പോൾ ഈ അധർമ്മമൂർത്തി എന്ന് പറയുന്ന പിശാചിൻ്റെ അതിൻ്റെ പ്രത്യക്ഷത, അതിൻ്റെ പ്രവൃത്തികളും അതിൻ്റെ അടയാളങ്ങളും അത്ഭുതങ്ങളും നശിച്ചു പോകുന്നവർക്ക് സാത്താൻ്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടി ആയിരിക്കും. എന്തിനാ? അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ചു കൊള്ളായികൾ തന്നെ അങ്ങനെ സംഭവിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ചു കൊള്ളായികൾ. സത്യം എന്താ? ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും, കർത്താവും കർത്താവിൻ്റെ വചനമാണ് സത്യം. സത്യത്തെ സ്നേഹിച്ചു കൊള്ളായികൾ തന്നെ അങ്ങനെ സംഭവിക്കും, അങ്ങനെ ഭവിക്കും. അടുത്ത വാക്യം 11, 12. ഭയപ്പെടണം, ദൈവമക്കളെ ഭയപ്പെടണം. എന്താ? സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ വിശ്വസിക്കുന്ന ഏവർക്കും, അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ഭോഷ്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിൻ്റെ വ്യാപാര ശക്തി അയക്കുന്നു. കേട്ടോ? അപ്പോൾ യഥാർത്ഥമായി സത്യത്തിൽ വിശ്വസിക്കാതെ അനീതിയിൽ രസിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് പ്രാർത്ഥിച്ച് വീട് തരാം, കാറ് തരാം എന്നോർത്ത് മനസ്സിൽ സന്തോഷിച്ചു കഴിഞ്ഞാൽ പലവരും കണ്ടിട്ടുണ്ട്. കള്ളപ്രവാചകന്മാർ കള്ളപ്രവചനം പറയുമ്പോൾ ചില സഹോദരിമാരുടെ മുഖത്ത് ഞാൻ നോക്കുമ്പോൾ അവരുടെ ആ പൊളിച്ച ചിരി, ആ സന്തോഷത്തിൻ്റെ ചിരി. കാരണം ഈ കള്ളം പറയുന്ന പ്രവചനം കേട്ട് ചിരിച്ചുകൊണ്ടിരിക്കുക, സന്തോഷിച്ചുകൊണ്ടിരിക്കുക, ഉറഞ്ഞു തുള്ളുക ഉള്ളിലെ. ഇവിടെ എഴുതിയിരിക്കുന്ന സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന, കള്ളപ്രവാചകം പറയുന്ന ഈ കള്ളപ്രവചനം കേട്ട് രസിക്കുന്ന നിനക്ക്, ഇവിടെ എഴുതിയിരിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ഭോഷ്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിൻ്റെ വ്യാപാര ശക്തി അയക്കുന്നു. അപ്പം നീ സത്യത്തിൽ വിശ്വസിച്ചില്ലെങ്കിൽ നീ ഭോഷ്കിൽ വിശ്വസിക്കുവാൻ ദൈവം നിനക്ക് വ്യാജത്തിൻ്റെ വ്യാപാര ശക്തി അയച്ച് ആ ബന്ധനത്തിൽ നീ കുടുങ്ങിപ്പോയാൽ നിനക്ക് രക്ഷപ്പെടാൻ സാധ്യതയില്ല. മനസ്സിലായല്ലോ? ഹല്ലേലൂയ. ഞാൻ എന്നെ ഏൽപ്പിച്ച വചനത്തിലേക്ക് ഞാൻ വരിക. കാരണം ക്രിസ്തുവേശുവിൻ്റെ കൂട്ടവകാശവും ഏക ശരീരസ്ഥൻ എന്നുള്ള നിലവാരവും വാഗ്ദത്തത്തിൽ പങ്കാളിത്തം പ്രാപിക്കാനും വേണ്ടിയുള്ള ക്രിസ്തീയ ഓട്ടക്കളത്തിൽ നീ ആയിരുന്നില്ലെങ്കിൽ നിന്നെ സാത്താൻ ഈ പറഞ്ഞ ചതിയിൽപ്പെടുത്തും. ഒന്നുകൂടി ഞാൻ പറയാം. ക്രിസ്തുവേശുവിൻ്റെ കൂട്ടവകാശവും ഏക ശരീരസ്ഥരാകുന്ന അനുഭവവും വാഗ്ദത്തത്തിൽ പങ്കാളിത്തം പ്രാപിക്കാനുള്ള ആ ആത്മീയ ഓട്ടക്കളത്തിൽ നീ ആയിരുന്നില്ലെങ്കിൽ നേരത്തെ പറഞ്ഞ അത്ഭുതങ്ങളും അടയാളങ്ങളും വ്യാജമായ കള്ളപ്രവാചകന്മാരും ദുരുപദേഷ്ടകന്മാരും പറയുന്ന കെണിയിൽ കുടുങ്ങി നിത്യത നഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. മനസ്സിലായോ? പ്രാർത്ഥിച്ച് കൈവലിച്ച് നീട്ടാനും കാല് വലിച്ചു നീട്ടാനും അത്ഭുതം കാണിക്കാനൊക്കെ ഇഷ്ടം പോലെ കള്ളപ്രവാചകന്മാരും ദുരുപദേഷ്ടകന്മാരും ആത്മീയ ഗോളത്തിൽ ഇറങ്ങിയിരിക്കുന്നു. പുലി ഇറങ്ങിയിരിക്കുന്ന പോലെ. ചില സ്ഥലങ്ങളിൽ പുലി ഇറങ്ങും ആളെ പിടിക്കാൻ എന്നതുപോലെ പുലി ഇറങ്ങിയിരിക്കുക. കർത്താവിൻ്റെയും അപ്പോസ്തലന്മാരുടെയും ഭാഷ പറഞ്ഞാൽ ചെന്നായ്ക്കൾ ഇറങ്ങിയിരിക്കുക, കൊടിയ ചെന്നായ്ക്കൾ ഇറങ്ങിയിരിക്കുക. പഴയ നിയമത്തിലും ഈ കള്ളപ്രവാചകന്മാരെ കുറിച്ച് ചെന്നായി എന്ന് തന്നെയാണ് പറയുന്നത്. ഞാൻ പഴയ നിയമം വായിച്ചപ്പോഴും എനിക്ക് അങ്ങനെ തന്നെ മനസ്സിലായത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. പഴയ നിയമത്തിലും ചെന്നായ്ക്കളും തന്നെ പറയുന്നത്. ഞാനത് വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര അതിശയമായിട്ട് തോന്നി. അതിൻ്റെ നടുവിലെ പ്രഭുക്കന്മാർ ലാഭമുണ്ടാക്കേണ്ടതിന്, ഇത് കള്ളപ്രഭുമാരെ കുറിച്ച് പറയുക, ഇര കടിച്ചു കീറുന്ന ചെന്നായ്ക്കളെ പോലെ രക്തം ചൊരിയുവാനും ദേഹികളെ നശിപ്പിക്കുവാനും നോക്കുന്നു. അതിലെ പ്രവാചകന്മാർ വ്യാജം ദർശിച്ച് കള്ളപ്രശ്നം പറഞ്ഞും യഹോവ അരുളി ചെയ്യാതിരിക്കെ യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ കുമ്മായം തേയ്ക്കുന്നു. വീടിന് എന്തെങ്കിലും കേടുപാട് സംഭവിച്ചാൽ ആ കേടുപാട് തുറന്നു കളയണമെന്ന പഴയ നിയമപ്രവചന പുസ്തകം. വീടുണ്ടാക്കുമ്പോൾ ആ വീടിന് കുഷ്ഠം വന്നാൽ ആ കുഷ്ഠം വന്ന കല്ല് ചുരണ്ടി കളഞ്ഞിട്ട് പുതിയ കല്ല് വെച്ച് രണ്ടാമത് തേച്ച് പിടിപ്പിക്കണം. അതിന് പകരം കുമ്മായം തേക്കരുത്, കുമ്മായം തേക്കരുത്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ആ പദം കിടപ്പുണ്ട്. ഞാൻ അത് തന്നെ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. ഞാനത് വായിച്ചപ്പോൾ, ആദ്യമൊക്കെ വായിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി.
സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഇന്ന് കുമ്മായം തേക്കൽ നടക്കുക. ചുരണ്ടിക്കളയേണ്ടത് ചുരണ്ടിക്കളയുന്നില്ല, സഭയിൽ നിന്ന് പുറത്താക്കേണ്ടതിനെ പുറത്താക്കുന്നില്ല. അവരൊക്കെയും ആബാലവൃദ്ധം ദ്രവ്യാഗ്രഹികൾ, കള്ളപ്രമാണത്തെ കുറിച്ച് പറയുക പഴയ നിയമത്തിലെ. അവർ പ്രവാചകന്മാർ ഒരുപോലെ വ്യാജം പ്രവർത്തിക്കുന്നു. സമാധാനമില്ലാതിരിക്കെ സമാധാനം സമാധാനം എന്ന് പറഞ്ഞ് എൻ്റെ ജനത്തിൻ്റെ മുറിവിനെ ലഘുവായി ചികിത്സിക്കുന്നു. ലഘു ചികിത്സ. പാപം ചെയ്തവനെ പാപത്തിനെതിരെ ശക്തമായ വചനത്തിലൂടെ അവനെ പ്രബോധിപ്പിക്കേണ്ടതിന് പകരം അവനെ കുമ്മായം പൂശി ഇരുത്തുക. കാരണം അവൻ്റെ കയ്യിൽ കാശുണ്ട്, 10 ചക്രം അവനിൽ നിന്ന് കിട്ടാനുണ്ട്. അതുകൊണ്ട് ഒന്ന് പൂശി വിട്ടാൽ കുഴപ്പമില്ല. കുത്തിപ്പൊളിച്ച് കളഞ്ഞാൽ, മുറിച്ച് കളഞ്ഞാൽ അവൻ പോയാൽ നമുക്ക് കിട്ടാനുള്ള കാശ് പോകും. പോട്ടെ, അവൻ പുളിച്ച മാവ് പിണ്ടത്തെ മുഴുവൻ പുളിപ്പിക്കുമെന്ന് പൗലോസ് പഠിപ്പിച്ച ഉപദേശം ഇവരുടെ തലയിലോട്ട് കയറിയിട്ടില്ല. മുഴുവൻ പുളിച്ചു കിടക്കുകയാണെങ്കിൽ അവനെ പുറത്താക്കിയേക്കണം. അല്ലെങ്കിൽ സഭ മുഴുവൻ പുളിച്ചു പോകും, വിശ്വാസികൾ മുഴുവൻ പുളിച്ചു പോകും. അതാണ് ആ ഉപദേശത്തിന്റെ അർത്ഥം. അവൻ ഗൾഫ് റിട്ടേൺ അച്ചായനാണെങ്കിൽ എങ്ങനെ അവനെ പുറത്താക്കും? ആ വീട്ടിൽ ചെല്ലുമ്പോൾ പപ്പടം പഴം പായസം കൂട്ടി തിരുമി ചാപ്പാട് കൊടുക്കുന്ന അച്ചായനാണെങ്കിൽ അവനെ എങ്ങനെ പുറത്താക്കുന്നേ? ഇതാണ് നമുക്ക് സംഭവിച്ച ദുരന്തം. ഇനിയെങ്കിലും മനസ്സിലാക്ക്. ഒരു മദ്യപാനി ഞങ്ങളുടെ കൂടെ വന്ന ആദ്യ ഉപദേശമൊക്കെ പറയും, മദ്യപാനം നമുക്ക് വേണ്ട. സ്ഥിരം അത് അടിച്ചോണ്ട് വരികയാണെങ്കിൽ പറയും, എൻ്റെ പൊന്നു മോനെ, നീ കാശുള്ളവനോ കാശില്ലാത്തവനോ, ബൈ ബൈ. അങ്ങനെയുള്ള ആർജവുള്ളവരുണ്ടോ ഇവിടെ? വിശ്വാസികളെ ആ നിലയിൽ കാണുന്ന ശുശ്രൂഷകന്മാരുണ്ടോ? എന്നേ സഭ നന്നായി പോയി തന്നെ. എൻ്റെ മാതൃസഭയെക്കുറിച്ച് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. മദ്യപാനിയായ ചായൻ മദ്യപിച്ച് അവന് ലക്ക് കെട്ടി നടക്കുന്നവൻ സഭായോഗത്തിനും ആണ്ടൃതി മീറ്റിങ്ങിനൊക്കെ വന്നിരുന്ന് മോങ്ങിക്കൊണ്ടിരിക്കുമെങ്കിലും പാസ്റ്റർമാർ ആരോടും അവനോട് അതൊന്നും പറഞ്ഞ് മനസ്സിലാക്കിയില്ല. എൻ്റെ കൂട്ടു സഹോദരൻ്റെ കാര്യമായി പറയണേ. 10-20 വർഷത്തോളം 25 വർഷത്തോളം അവനുമായിട്ട് കൂട്ടായ്മ ആചരിച്ചതാ. അന്ന് വേദോത്സവത്തിൻ്റെ ABCD എനിക്ക് ആരും പറഞ്ഞു തന്നില്ല. അന്നത്തെ പാസ്റ്റർമാർ അവർ സങ്കീർത്തനം പാടിക്കൊണ്ടിരുന്നു, കുറെ ഒടുക്കത്തെ പാട്ടും പാടി കേൾപ്പിച്ചു എന്നല്ലാതെ ഒരു ഗുണമുണ്ടായില്ല. അതുകൊണ്ട് അവസാനം എന്ത് സംഭവിച്ചു? സ്വന്തം വീട്ടിൽ സ്വന്തം റൂമിൽ കയറി തൂങ്ങി പെന്തക്കോസുകാരൻ. സഭയ്ക്കത് മാന്യതയാണോ? സഭാ പാസ്റ്റർമാർക്ക് അത് യോഗ്യമാണോ? അത് കേൾക്കുമ്പോൾ അതാ പറഞ്ഞത്. ഇന്ന് ആ സഭയുടെ അവസ്ഥ തകർന്ന് തരിപ്പണമായി കിടക്കുക. 3-4 പേര് വന്നിരുന്നു ചുണ്ണാമ്പിന് വെറ്റിലെ ചുണ്ണാമ്പ് തേക്കുന്ന പോലെ തേച്ചോണ്ടൊക്കെ ഇരിപ്പുണ്ട്. പേരിന് വേണ്ടി ഒരു പാസ്റ്ററും ഉണ്ട്. ആ പ്രസ്ഥാനം തന്നെ കുട്ടിച്ചോറായി. ഞാൻ അവിടെ നിന്ന് എൻ്റെ ജീവനും കൊണ്ടോടി. ഞാൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ബൈബിൾ കോളേജിൽ പഠിക്കണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവരെന്നെ ചാക്കിട്ടു, ഇവിടുത്തെ ഒരു ശുശ്രൂഷനായി തീരണം, അത് നമുക്ക് പിന്നെ ആലോചിക്കാമെന്ന് പറഞ്ഞു. ഗ്രാജുവേഷൻ കഴിഞ്ഞപ്പോൾ അവർ വന്നു. ഞാൻ പറഞ്ഞു, ഞാൻ പോകുകയാണ്, എനിക്ക് നിങ്ങളുമായിട്ടുള്ളൊരു ബന്ധം ദൈവഹിതമല്ലെന്ന് തോന്നുന്നു. ഞാൻ ഓടി രക്ഷപ്പെട്ടു. ഇന്നവിടെ കിടന്നെങ്കിൽ ഞാൻ നാമാവിശേഷമായി പോയെന്നെ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മയിൽ ചപ്പം തുരുക്കി പ്രാർത്ഥന കഴിച്ചും വരുമ്പോഴാണ് നമുക്ക് ആത്മീയരാകാൻ കഴിയുന്നത്. ഉപദേശമില്ലെങ്കിൽ നമുക്ക് ആത്മീയരായി ജീവിക്കാൻ കഴിയില്ല. ഉപദേശം കട്ടൻട്രിയായിട്ട് സഭയെ പഠിപ്പിക്കുന്നില്ലെങ്കിൽ നമുക്ക് ഉപദേശത്തിൽ നിൽക്കാൻ കഴിയില്ല. ഉപദേശമില്ലാത്ത സഭകൾ, അതിനെക്കുറിച്ച് തിരുവചനം പറയുന്നത് എന്താ പറയുന്നത്? ദാരിദ്ര്യമുള്ളവരാ, കുരുടന്മാരാ, നഗ്നന്മാരാ. വെളിപ്പാട് പുസ്തകം 3:17 അവർ പറയുന്നു, ഞങ്ങൾ ഇന്ന ആൾക്കാരാണെന്നൊക്കെ പറയും. എന്തായാലും ഞാൻ സമ്പന്നൻ, എനിക്കൊന്നിനും കിട്ടില്ല. പക്ഷേ കർത്താവായ യേശുക്രിസ്തു പറയുന്നു, നീ ദരിദ്രനാണ്, നീ കുരുടനാണ്, നീ നഗ്നനാണ്. നിന്റെ ദാരിദ്ര്യം മാറണമെങ്കിൽ പഥ്യവചനം പഥ്യോപദേശം നീ തിരിച്ചു പിടിക്കണം. നിന്റെ നഗ്നത മാറണമെങ്കിൽ ദൈവത്തിൻ്റെ നീതീകരിച്ച നീതിൻ വസ്ത്രവും രക്ഷാവസ്ത്രവും നീ തിരിച്ചു പിടിക്കണം. ആ അവസ്ഥയിലേക്ക് മടങ്ങി വരണം. നീ കുരുടനാണ്, എൻ്റെ ആത്മീയ ദൃഷ്ടി കുരുടായിരിക്കുക. ഡമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് ക്രിസ്തു ദർശനം ലഭിച്ചപ്പോഴാണ്, സ്കൂളിൽ പോകാത്ത അനന്യാസം എന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് ഒരുത്തൻ്റെ കുരുട് മാറിയത്. അതായത് പൗലൂസിൻ്റെ ചെതുമ്പൽ പോലെ വീണുപോയി.
ഇന്ന് ചെതുമ്പലും വെച്ചാണ് ശുശ്രൂഷ. ന്യായപ്രമാണത്തിന്റെ ചെതുമ്പൽ ഇരിപ്പുണ്ട് കണ്ണിൽ, അത് വീണു പോകണം. ആ ചെതുമ്പൽ കളഞ്ഞിട്ട് ശുശ്രൂഷിക്കണം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ എന്തിനിത് ഇത്ര ശക്തിയോടെ വിളിച്ചു പറയുന്നത്? നാം ക്രിസ്തുവേശുവിന്റെ കൂട്ടവകാശികളാകേണ്ടവരാ, ഏക ശരീരസ്ഥരാകേണ്ടവരാ. ഏക ശരീരസ്ഥരാണെന്ന് അവരെ പഠിപ്പിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ പങ്കാളിത്തം ലഭിക്കേണ്ടവരാണ് നമുക്ക്. അത് നമുക്ക് ലഭിക്കണമെങ്കിൽ ഈ ആത്മീക ദാരിദ്ര്യം, ആത്മീക നഗ്നത, ആത്മീക കുരുട്, ഞാനിത് പല പ്രാവശ്യം പറയുന്നുണ്ട്, പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പഠിച്ചെടുക്കാം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിലെ പ്രധാന വിഷയമാണ്. വെളിപ്പാട് പുസ്തകം 1, 2, 3 അധ്യായത്തിൽ 7 സഭകളാണ്. ആ 2, 3 7 സഭകൾ കിടക്കുന്നത്. 7 സഭകൾ 7 നവീകരണ കാലഘട്ടങ്ങളാണ്. അവസാനത്തെ കാലഘട്ടമായ ലവോദിക്കിയ, അയവ് എന്നാണ് അതിൻ്റെ അർത്ഥം. അയവല്ല, ലവോദിക്കിയ എന്ന് പറഞ്ഞാൽ പിന്മാറ്റം സംഭവിച്ച അവസ്ഥ. ഹല്ലേലൂയ. ഇന്ന് സഭ പിന്മാറ്റത്തിൽ കിടക്കുക. എഫെസോസ് ആണ് അയവ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വാട്ടവെള്ള പരുവമാണെന്ന് ഇവിടെ എഴുതിയിരിക്കുന്നത്. ശീതോഷ്ണവാൻ, മനുഷ്യന്യായങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന, വായിൽ നിന്ന് ഉമിണ്ണു കളയത്തക്ക നിലയിൽ വാട്ടവെള്ള പരുവത്തിൽ കിടക്കുന്നവരാണ് ലവോദിക്കക്കാർ. ശീതവാനുമല്ല, ഉഷ്ണവാനുമല്ല, ആത്മീയനുമല്ല, അനാത്മീയനുമല്ല, രണ്ടും കെട്ട പരുവത്തിൽ കിടക്കുക. ചിന്തിച്ചു നോക്കിയേ, ഇന്നത്തെ ആത്മീയ ഗോളം ആ ഗതികെട്ട അവസ്ഥയിൽ കിടക്കുകയല്ലേ. എത്ര കറക്റ്റാ! ഒന്നുകിൽ ശീതവാനാണെങ്കിൽ കൊള്ളാമായിരുന്നു, അല്ലെങ്കിൽ ഉഷ്ണവാനായിരുന്നു കൊള്ളാമാൻ. ശീതോഷ്ണവാൻ, വെള്ളം തിളപ്പിക്കാൻ വെച്ചു, തീ അണഞ്ഞു പോയി, വാട്ടവെള്ളം, അത് കുടിച്ചാൽ വയറിളവ്. ലൂക്ക് പോം വാട്ടർ എന്നാണ് പറയുന്നതിനെ കുറിച്ച്. ആ അപകടകരമായ അവസ്ഥയിൽ നിന്ന് സഭ മടങ്ങി വരണം. സഭയ്ക്ക് പഥ്യോപദേശം, പോസമാട് ഉപദേശത്തിന്റെ പഠിപ്പിക്കൽ സഭയ്ക്ക് ലഭിക്കണം. പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പും പ്രവർത്തനങ്ങളും സഭയിലേക്ക് മടങ്ങി വരണം. അപ്പോൾ കുരുട് മാറും, ദാരിദ്ര്യം മാറും. ദൈവസഭയുടെ സമ്പത്ത് പഥ്യോപദേശമാണ്. അത് ലഭിക്കുമ്പോൾ സഭ സമ്പന്നനാകും. ഹല്ലേലൂയ. ആത്മീക നഗ്നത, ദൈവം കൊടുത്ത രക്ഷാവസ്ത്രവും നീതിവസ്ത്രവും നഷ്ടപ്പെടുത്തി ആത്മീക നഗ്നനായി കിടക്കുക. ഇതാണ് യഥാർത്ഥ പൊരുള്. ഈ പൊരുളിനെ പല ഇന്റർനാഷണൽ പ്രീച്ചേഴ്സ് പ്രസംഗിക്കുന്ന കേട്ട് ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുക. അവരെന്തൊക്കെയോ വിളിച്ചു പറയും. ഹല്ലേലൂയ.